എന്റെ മോളെ, എന്റെ പൊന്നാര മോളെ ഞാനാ കൊന്നേ. നിങ്ങൾക്കറിയോ എന്റെ മോളെ, എന്റെ പൊന്നാര മോളെ ഞാനാ കൊന്നേ. നിയമമൂലം നിരോധിച്ചതും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും അഹന്തയുടെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന ഈ സ്ത്രീധനം എന്ന മഹാവിപത്ത് മൂലം ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാർ ഓർമ്മകൾക്ക് പ്രണാമം. ഒരു മാസം മുൻപുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എടി മോളെ, ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഇനി കോളേജിലേക്ക് പോകണ്ടെന്ന്. നിന്നെ കാണാൻ ആ ചെക്കനെ കുട്ടി വരുന്നുണ്ടെന്ന്. ഈ അമ്മയുടെ ഞാൻ എത്ര പ്രാവശ്യം പറയണം, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിച്ചാ മതി. ശിവ ശിവ, എന്താ ഞാൻ കേൾക്കണേ? കല്യാണം വേണ്ടെന്നോ? ഈ തറവാട്ടിൽ 18 തികഞ്ഞ് പെൺപിള്ളേരാരും നിന്നിട്ടില്ല. ഇതിപ്പോ കഴിഞ്ഞ ചിങ്ങത്തിലെ 19 തികഞ്ഞു. മോളെ, മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നേ? ചെറുക്കനെ നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാ. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതി. അച്ഛനില്ലേ വീടിന്റെ ആധാരം വിറ്റാൽ എത്ര കിട്ടുന്നു നോക്കാൻ പോയിരിക്കുക. അപ്പോൾ നിങ്ങൾ തർക്കുത്തരെന്ന് പറയല്ലേ? അല്ലേലും പെൺപിള്ളേർ പഠിച്ച് എന്ത് കിട്ടാനാ? വീട്ടുജോലിയും കൊച്ചുങ്ങളും നോക്കലും പഠിച്ചാ പോരെ? അപ്പൊ ഞാനോ, എന്റെ സ്വപ്നങ്ങളോ? 2 മാസങ്ങൾക്ക് ശേഷം മകളുടെ കല്യാണം നല്ല കഴിഞ്ഞു. കല്യാണം നല്ല അസലായിരുന്നു. ഹലോ മോളെ, എന്താ വിശേഷം? പറ. ഹലോ അമ്മേ, എനിക്കവിടെ വയ്യ അമ്മേ, എന്നെ എന്നും തല്ലോ അമ്മേ. ഞങ്ങൾ കൊടുത്ത സ്വർണത്തിന്റെ പണത്തിന് തികഞ്ഞില്ലെന്ന് എന്നെ എന്നും തല്ലോ അമ്മേ. എന്നെ ഒന്നങ്ങ് കൂട്ടിക്കൊണ്ട് പോവമ്മേ. എന്താ മോളെ പറയുന്നേ? അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാനോ? ഇവിടെ നാട്ടുകാർ പിന്നെ എന്ത് പറയും ചെറുക്കനെ ഉപേക്ഷിച്ചു വന്നാൽ? ഒന്ന് അവിടെ സ്നേഹത്തോടെ നിന്ന് നോക്കും മോളെ. ഹലോ, പക്ഷെ അമ്മേ. ഹലോ ഹലോ ഹലോ, സ്വന്തം മകൾ മാർഗവിലന്ന് രക്ഷിക്കാൻ എന്റെ അമ്മ ഭൂമിദേവി എന്നല്ലല്ലോ സ്വയം രക്ഷപ്പെട്ട ആർക്കും ഒരു ഭാരമാവാതെ. ഇതാ വീണ്ടും ഒരു സ്ത്രീധനം മരണം കൂടി. മരിച്ച മകളുടെ അമ്മയോട് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പറയൂ അമ്മേ, പറയൂ. കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ അവളെ കൊന്നതാ. പെൺകുട്ടികൾ ഒരു ബാധ്യതയെ അല്ല, അവർ പഠിക്കട്ടെ, അവർ